ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഫുട്ബോൾ 2026 ഏറ്റവും അവസാനത്തെ ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാട്ടോ. സോ ഇന്ന് തിങ്കളാഴ്ചയായിട്ട് നമ്മുടെ കൊണാമി നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ടൊരു പാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ AC മിലാൻ്റെ ഒരു എപ്പിക് പാക്ക് ആട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ കിടിലൻ പ്ലേസാണ് വന്നിരിക്കുന്നത്. നമുക്ക് മുമ്പും ഈ പാക്ക് അവൈലബിൾ ആയിരുന്നു. ഞാനതെൻ്റെ മെയിൻ അക്കൗണ്ടിൽ സ്പിൻ ചെയ്തായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയത് നമ്മളുടെ സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ചിനെയാണ്. സോ ഇന്ന് നമ്മൾ സ്പിൻ ചെയ്യാൻ നമ്മുടെ മിൻഹാജ് ബ്രോയുടെ അക്കൗണ്ടിലാട്ടോ. സോ ചങ്ങാടിയിൽ ഏകദേശം 5K കോയിൻസാണുള്ളത്. സോ ആൾക്ക് ഇതിന്ന് വേണ്ടത് നമ്മുടെ ബുള്ളിച്ചാണ്. സോ ഇതിലത്തെ പ്ലേസിൻ്റെ സ്കില്ലും കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇബ്രാഹിമോവിച്ച് വന്നിട്ട് ഫിനിഷിംഗ് പ്ലസ് വിൽ പവർ ആയിട്ടാണ്. അതുപോലെ തന്നെ ഗുള്ളിച്ച് നോക്കുകയാണെങ്കിൽ ബുള്ളറ്റ് ഹെഡർ പ്ലസ് ലോ സ്ക്രീമറാണ്. പിന്നെ നമ്മുടെ ഫോർസസ് പ്ലസ് ലോങ് റീ ടാക്കിളായിട്ട് നമ്മുടെ ഗട്ടൂസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിൽ പോവാണ്. അത് കൂടാണ്ട് നമുക്ക് 3 വേറെ പിക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതിലൊന്ന് റൂയി കോസ്റ്റാണ്, പിന്നെ ഒഡോ, പിന്നെ നമ്മുടെ അബീറ്റ് പറഞ്ഞ ഗോൾ കീപ്പറും. സോ ഇത്രയും പ്ലേയേഴ്സാണ് നമുക്ക് ഈ പാക്കിൽ അവൈലബിൾ ആയിരിക്കുന്നത്. സോ 250 പ്ലേയേഴ്സിൻ്റെ പാക്കാണ്. അപ്പോൾ ഇത് കറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രലായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് കറക്കേണ്ട ആവശ്യമില്ല, കാരണം ലാസ്റ്റത്തെ പാക്കാണ്. പക്ഷേ ഇതിലൊരു എക്സ്പെക്ടർ എടുക്കുന്നത് നമ്മുടെ ഗുള്ളിച്ചാണ്. സോ ഗുള്ളിച്ചിൻ്റെ ഇതൊരു ടോപ്പ് കാർഡാണ്, ഒരു രക്ഷയില്ല. അത് ഹോട്ട് പ്ലെയർ കാർഡാണ്, സീൻ കാർഡാണ്. ഇത് യൂസ് ചെയ്തവർക്കറിയാം ഇതിൻ്റെ പവർ. അപ്പോൾ എനിക്ക് ഗുള്ളിച്ചിന് വേണമെന്നുണ്ട്, പക്ഷേ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്തായാലും നാളെ മറ്റന്നാണ് നമ്മുടെ ഗെയിമിൻ്റെ മെയിൻ ആയിട്ട് തുടങ്ങുക. സോ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഞാൻ എടുത്തു എന്ന് വരാം. എന്തായാലും ഈ ബ്രോയ്ക്ക് ഗുള്ളിച്ചിന് വേണമെന്നുണ്ട്. ആൾക്ക് ആ ഗുള്ളിച്ചിന് മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാക്കിൽ സ്പിൻ ചെയ്യാൻ പോണത്. 5000 കോയിനുള്ളൂ, എന്താവും അറിയില്ല. ടാസ്ക്കാണ്. 250 പ്ലേസിൽ എടുത്തു കൊടുക്കണ്ടേ. സോ പ്രോബിലിറ്റി ഭയങ്കര കുറവാണ് കേട്ടോ കിട്ടാൻ. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടോ ഇല്ലയോ നോക്കാം. ഓക്കെ, സോ മെയിൻ ടാർഗറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഗുള്ളിച്ചാണ്. ബുള്ളറ്റ് ഹെഡറൊക്കെ ആയിട്ട് വരുന്ന ചെങ്ങായി. അപ്പോൾ അതിൻ്റേതായ ഒരു പവർ ഉണ്ടാവും. കിടില സ്റ്റാറ്റ്സാണ് ഗുള്ളിച്ച് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്. ഏതാ മുതലില്ല, ബുള്ളറ്റ് ഹെഡറും ഉണ്ട്, പ്ലസ് ഏതായിരുന്നു ലോ സ്ക്രീമറും. എന്താ വേണ്ടു. പിന്നെ സ്ലാറ്ററൊക്കെ അത്യാവശ്യം കാർഡ് എൻ്റെ കിടക്കേണ്ടി പറഞ്ഞല്ലോ. ഞാൻ നന്നായിട്ട് കളിപ്പിക്കുന്ന ഒരു കാർഡ് ഞാൻ സ്ലാറ്ററിൻ്റെ നല്ല പെർഫോമൻസും തരുന്നുണ്ട്. പിന്നെ എല്ലാവരും ഒരുവിധം കണക്ക് തന്നെയാണ്. റോയി കോസ്റ്റ് ആയിക്കോട്ടെ, ബീറ്റ് ആയിക്കോട്ടെ, ഗട്ടൂസ് ആയിക്കോട്ടെ. ഗട്ടൂസ് നല്ലൊരു ഡിസ്ട്രോയർ DMF ആട്ടോ. സോ ടോപ്പ് തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കി കിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ഈ പാക്ക് കറക്കുന്നുണ്ടോ, കറക്കിയിട്ട് ആരെയാണ് കിട്ടിയത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യും. സോ നോക്കാം. ഫസ്റ്റ് പിന്നെ എന്തായാലും കൊടുക്കുകയാണ്. 900 ക്യാൻസൽ, 900 ക്യാൻസൽ, 900 ക്യാൻസൽ, 900 ക്യാൻസൽ, 900. ലെറ്റ്സ് ഗോ ഫോർ ഫസ്റ്റ് 900. ആൻഡ് ഇറ്റ്സ് ആൻ എപ്പിക്. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. ഇറ്റ്സ് ഗുള്ളിച്ച് ഓർ വാട്ട്. ലെറ്റ്സ് സീ. നോക്കാട്ടോ. എടാ അയാളിതൊരു എത്തിയില്ല അവിടെ. എടാ ഗുള്ളിച്ചാണോ? എടാ മൊട്ട ബീറ്റീനെ കൊണ്ടുവന്ന് നിൽക്കണടാ പണ്ടാറം. അബീറ്റിയാണ് ഗൈസ് നമ്മുടെ AC മിലാൻ്റെ ഗോൾ കീപ്പർ പറി. സോ ആദ്യം തന്നെ ഒരു എപ്പിക്ക് വന്ന് പ്രതീക്ഷ തന്ന പോലെ തോന്നി. ഇനി എനിക്ക് വലിയ പ്രതീക്ഷകളില്ല. മിൻഹാജ് ബ്രോ ഭാഗ്യണ്ടേ കിട്ടും, എനിക്കത്ര പറയുള്ളൂ. ഗുള്ളിച്ചെണ്ണ നിങ്ങളുടെ കാർഡിന് ആവശ്യമുണ്ട്. ആ ചെങ്ങായി അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ടൈമിലടക്കം ഇതെനിക്ക് കറക്കാൻ തന്നത്. അപ്പം അതിൻ്റേതൊരു നന്ദി കാണിക്കണം കൊണാമി. ഓക്കെ, എന്തൊക്കെയായാലും നമ്മളൊക്കെ നിങ്ങളുടെ യൂസറല്ലേ. ഇപ്പോൾ ടോപ്പ് 3 കാർഡ്സിൻ്റെ സ്റ്റാറ്റ്സ് ഞാൻ നോക്കിയിട്ടുണ്ട്. സോ ഇതാണ് ഇതിലത്തെ ടോപ്പ് 3 വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് എന്തായാലും ബാക്കിയുള്ള 3 വരെ ജസ്റ്റ് തൊടാം. പിന്നെ ബാക്ക് അടിക്കാം. ഗുള്ളിച്ച്, വൺ മോർ ടച്ച് ഗുള്ളിച്ച്. ഹിയർ വി ഗോ. നമ്മളപ്പോൾ അടുത്ത സ്പിൻ കൊടുക്കാൻ പോവാണ്. 900 ക്യാൻസൽ, 900 ക്യാൻസൽ, 900 ക്യാൻസൽ, 900 ക്യാൻസൽ, 900 ക്യാൻസൽ, 900. ഹിയർ വി ഗോ എഗെയിൻ. ഫീച്ചേർഡ് കാർഡാണ്. മൊറാട്ട തന്നെ. വെരി വെരി ടാസ്ക്കാണ് കേട്ടോ ഈ പാക്കിൽ. 250 വയസ്സുള്ളൂ. ഗുള്ളിച്ചിന് കിട്ടുകയാണെങ്കിൽ അത്രയും ലെക്ക് വേണം. ഓക്കെ, സോ ആളുടെ അടുത്ത് പറഞ്ഞു അത്ര ലെക്ക് വേണം, നല്ല സാധനം കിട്ടുള്ളൂ എന്ന്. എന്തായാലും എടാ ഫസ്റ്റ് സ്പിന്നിന് കിട്ടിയ പൊളിച്ചായിരുന്നു. അതാണെങ്കിൽ ആ ബീറ്റി ഫുണ്ടേനടിച്ച്. സ്ലാറ്റൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നമുക്ക് ജസ്റ്റ്. എന്നിട്ട് നമുക്ക് ഗുള്ളിച്ചിന് 3 വട്ടം തൊടാം. ഓക്കെ, ഗുള്ളിച്ച് 1, ഗുള്ളിച്ച് 2, ഗുള്ളിച്ച് 3. നമുക്ക് ക്യാൻസൽ, ഇനി ഗുള്ളിച്ചിന് 1 വട്ടം തൊടാം. എന്നിട്ട് ബാക്ക് അടിക്കാം. 900. ലെറ്റ്സ് ഗോ. യോ എടാ കിട്ടിയ മതിയായിരുന്നടാ. എപ്പിക്കാട് DMF.
എന്ത് പറയാടാ ഗട്ടൂസിനെ കിട്ടിയ അബീറ്റിനെ കിട്ടിയാടാ. ഇനി ഇതിലൊക്കെ കിട്ടിയ അത്രയും ഭാഗ്യം വേണടാ. 2 എപ്പിക്ക് അടിച്ചറാ. പക്ഷെ എൻ്റെ അളിയാ ഗുള്ളിച്ചാടാ വേണ്ടത്. അല്ലെങ്കിലും എന്താ പറയാ, ഇവന്മാര് തേമ്പലാണല്ലോടാ. എടാ ശരിക്കും പറഞ്ഞ ഈ 2000-3000 കോടിക്ക് 2 എപ്പി കിട്ടിച്ച ബാക്കിയുള്ള സാധനമാണ്. പക്ഷേ ടാർഗറ്റ് കിട്ടാണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ഒന്നുകൂടി ആ ട്രിക്ക് നമുക്ക് നോക്കാം. സ്ലാറ്റിനെ വിട്ടിട്ട് ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, എന്നിട്ട് ഗുള്ളിച്ചിന് 3 വട്ടം തൊടാം. 1 2 3. എന്നിട്ട് ബാക്ക് വരാം. 900 ക്യാൻസൽ, 900 ക്യാൻസൽ, 900 ക്യാൻസൽ, 900 ക്യാൻസൽ. ഗുള്ളിറ്റ് ബാക്ക് അടിച്ചു. ദെൻ 900 അഗെയിൻ. ഇനി നമ്മൾക്കൊരു പ്രതീക്ഷയില്ല. കൊണാമി ഫുണ്ട മൂഞ്ചിച്ചു. അല്ലേലും ഇവനൊക്കെ എന്തിനു കൊള്ളാം. നാറി. 2026 ഗെയിമെങ്കിലും നന്നാക്കടാ, എന്നിട്ട് നീ വർത്താനം പറയും. പക്ഷെ എന്ത് ചെയ്യാനാ സുഹൃത്തെ, പ്ലക്കലോട് പ്ലക്കൽ, അൾട്ടിമേറ്റ് പ്ലക്കൽ. ഇനി നമുക്ക് ഒരു സ്പിന്ന് 900 എടുക്കാണ്ട് കേട്ടോ. ഗുള്ളിച്ച് മൊയിലാളി ആ ചെങ്ങായി ഇങ്ങക്ക് വേണ്ടിയിട്ടാണ് ഇത്ര കോയിൻ സേവ് ചെയ്ത്. എന്നിട്ട് ഇങ്ങക്കൊരു നന്ദി ഇല്ലെങ്കിലോ നന്ദി കേടെന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയാം. അത് ചതി. നിങ്ങൾ ഇത്ര മുടിയൊക്കെ വളർത്തിയതല്ലേ, അതേ കഷ്ടപ്പാടിലാണ് അദ്ദേഹം കോയിനും സേവ് ചെയ്തത്. അതിങ്ങ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ. പറയണേക്ക് പുള്ളേ, വാൻ്റെ ഗുള്ളിച്ചേ. വീണ്ടും 900 കൊടുത്തിട്ടുണ്ട്. പുള്ളയ്ക്ക് സ്നേഹമില്ലടാ. ഇതാ മിക്ടോമേനല്ലേ, മാട്രിമോണി ഫുണ്ട. വെടി തീർന്നു, പടക്കമായടാ. നനഞ്ഞു നമ്മള്. അല്ലെങ്കിലും പണ്ണി അവര് ശരിക്ക് പണ്ണി. 700 കോയിനുണ്ടിനി ഓരോ ട്രൈയില്. നിമ്മക്ക് മറ്റേ എംബാപ്പെ മറ്റേ അടിച്ച പോലെ അല്ല, ബെല്ലിങ്ങാം 100 കോയിനിൽ അടിച്ച പോലെ എങ്ങനെ അടിക്കുമോ? വാട ചെങ്ങായി നോക്കാം. 100 ചിക്കൻ ബിരിയാണി. AC മിലാൻ ചിക്കൻ ബിരിയാണി ഏരിയയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ എനിക്ക് അറിയായിരുന്നോ അത്. സെക്കൻഡ് ട്രൈ DK. അല്ലെങ്കിൽ ഇവന്മാരുന്ന് പക്ഷെ ഇതാണ് ഞാൻ എൻ്റെ സ്പിൻ ചെയ്യാത്ത മെയിൻ കാരണം. എടാ ഇങ്ങാരെങ്ങാനും ചാമ്പ്യൻ ഞാനെന്ത് ചെയ്യാനാണ്? പിന്നെ മാനത്ത് നോക്കി വെക്കേണ്ടി വരില്ലേ? ഉള്ളിച്ച് കിട്ടില്ല സാധനം. അതെന്തൊക്കെ പറഞ്ഞാലും അത്രേ ഉള്ളൂ. പക്ഷേ സാധനം കിട്ടണം, എന്നാലേ കാര്യമുള്ളൂ. വീണ്ടും ചിക്കൻ ബിരിയാണി മഞ്ചി. ഇവരൊക്കെ ആരടാ? ഇവരെന്നേരം കണ്ടുവരിച്ചിട്ടുണ്ടല്ലോ. ആവോ. അടുത്ത സ്പിൻ 100 DMF. ലൊക്കാട്ടലി അല്ലേ ഇത്? അല്ല, വേറെ ബോൾക്കോ. ഞാൻ ഇനി 300 കോയിൻ കൂടിയുള്ളൂ. എന്നാലും ഉമ്മാർക്ക് തന്നൂടെ അല്ലേ? ഇത്രയ്ക്ക് നെറിയടൊക്കെ എന്തിനാ പാവത്തിനോട് ചെയ്യുന്നത്? RB വിചാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് സൂഹിച്ചു. ഇതേതോ ഫീച്ചർ എടുക്കാടാ, ഏതോ വേട്ടവിളിയനാടാ. 100 കോയിൻ. വിഷമൊക്കെ ഉണ്ടോ? നല്ല വിഷമമുണ്ടോ? അങ്ങനെ ലാസ്റ്റ് സ്പിന്ന് കൊടുക്കാൻ പോവാണ്. ഇത്തവണത്തെ 2026 ഈ ഫുട്ബോളിലെ അവസാന സ്പിൻ കേട്ടോ. ഹിയർ വി ഗോ. അങ്ങനെ മൂഞ്ചിയുണ്ട്. സോ സക്സസ്ഫുള്ളി മൂഞ്ചി. പാക്ക് ഓപ്പണിങ് മൂഞ്ചി ഞാൻ പറയുന്നില്ല, എങ്കിൽ കൂടി നമുക്ക് വേണ്ട പ്ലെയറെ കിട്ടിയില്ല. അതിൻ്റേതായ മൂഞ്ചലുണ്ട്. സോ ഫക്കിങ് ഫെലോ. നോക്കടാ, ഒരു സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. എന്തൊരവസ്ഥയല്ലേ. ആ ബീറ്റിനെ കിട്ടി, ഗട്ടൂസിനെ കിട്ടി, വേറെ ആരും കിട്ടിയില്ല. മൂപ്പര് എടുത്തു വെക്കണത്. ആള് അടുത്ത വട്ടം ഗുള്ളിച്ച് വരുമ്പോൾ എടുക്കച്ച് എടുത്ത് വെച്ചായിരുന്നു. പക്ഷെ ഗുള്ളിച്ചിനാകുമ്പോൾ ഇപ്പോൾ ഇറക്കി വിട്ടത് ഒരു ടാറ്റിക്കൽ മൂവ് ആയിരുന്നു. മോസ്റ്റ് വാണ്ടഡ് പ്ലെയർ ഇനി ഫുട്ബോൾ റൈറ്റ് നവാണ് നമ്മുടെ, അറിയാലോ ഗുള്ളിച്ച്. ഇപ്പോൾ സ്കോഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കിടില സ്കോഡാട്ടോ, ഒന്നും പറയാല. ഓർഡർ ഓഫ് സൈനിൽ ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇതിന്നിപ്പോൾ കിട്ടിയാൽ ആരും വേണ്ട. കാരണം എന്താ, 2 ഉണ്ട് 30 അല്ല അതിനായിട്ട് കിടിലം പ്ലേസ് കൂടെ കിടക്കുന്നുണ്ട്.
സോ ആൾക്ക് വലിയ ഗുണമൊന്നുമില്ല. ഗുള്ളിച്ചിന് കിട്ടിക്കഴിഞ്ഞാൽ അന്ന് കളിപ്പിക്കുക. ഇവിടെ ഒട്ടേകാടിന് വരെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ താണ്ഡവം ആടും. പിന്നെ ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ് എന്തായാലും പാക്ക് ഓപ്പണിങ് മൂഞ്ച് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പാക്ക് ഓപ്പണിങ് മൂഞ്ച് ചെയ്യുള്ളൊരു താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിനി എൻ്റെ മെയിൻ അക്കൗണ്ടിൽ കറക്കണില്ല. നിങ്ങൾ എന്ത് മോട്ടറാക്കിയിട്ടും കാര്യമില്ല മുത്ത, ഞാൻ കറക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.